കാത്തിരിപ്പിന് വിരാമമിട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചു വന്ന സാഹചര്യവും സന്ദർഭവുമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ചർച്ച ഡൽഹിയിലും തിരുവനന്തപുരത്തും ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ അണികൾ വളരെ നിരാശരായിരുന്നു. അതിനാണ് വിരാമം കുറിച്ചിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ കാലമാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഖജനാവ് പൂർണ്ണമായും കാലിയാണ്. മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് കേരളം. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും സർക്കാരിന് അത്ര എളുപ്പം കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി, ആ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ KSRTCയിലെ സൗജന്യ യാത്ര, അത് ഒരു മാസം നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് 90 കോടി രൂപ വേണം എന്നാണ്. നിലവിൽ KSRTCയിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഒരു മാസം 50 കോടി രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്. ആ 50 കോടി രൂപയ്ക്കൊപ്പം ഈ 90 കോടി രൂപ കൂടി കൊടുക്കുമ്പോൾ 140 കോടി രൂപ ഒരു മാസത്തേക്ക് KSRTCക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പെൻഷൻ തുക 3000 ആക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു UDFന്റെ മറ്റൊരു വാഗ്ദാനം. അത് അത്ര എളുപ്പം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പെൻഷൻ തുക 3000 ആക്കുന്നത് കേരളത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് കേരളത്തിൽ ഇടയാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുമാത്രമല്ല, പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. +1 സീറ്റിന്റെ വിഷയമുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. സ്വാശ്രയ കോളേജുകളിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫീസ് നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഇതെല്ലാം വരാനിരിക്കുന്ന സർക്കാരിന് മുന്നിലെ ഏറ്റവും ആദ്യത്തെ വിലങ്ങുതൊടിയായി നിൽക്കുന്ന കാര്യമാണ്. ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുന്നു എന്നാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെച്ചത്. ഖജനാവ് നിറയ്ക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണം. മഴക്കാലപൂർവ്വ ശുചീകരണം നടപ്പിലാക്കണം. ഇതെല്ലാം പുതിയ മന്ത്രിസഭയുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതുതായി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന വ്യക്തിക്ക് അത്ര എളുപ്പം കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഭരിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ വിലയിരുത്തുന്നത്. നീണ്ട മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വന്നത്. ഡൽഹിയിലെ ചർച്ചയിൽ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങി കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരെല്ലാം പങ്കാളികളായതിനു ശേഷമാണ് ഈ 3 പേരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ പുതിയ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടത്തിന്റെ, അതിജീവനത്തിന്റെ ദിവസങ്ങളായിരിക്കും. കാരണം ഈ വെല്ലുവിളികളെ എല്ലാം മറികടന്ന് വേണം കേരളത്തെ കൈപിടിച്ചാനയിക്കാൻ. അത്തരത്തിൽ കൈപിടിച്ചാനയിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പുതിയ മന്ത്രിസഭയെ കാത്തിരിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് തന്നെ ഇനി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് പുതിയ സർക്കാരിൽ സംജാതമായിട്ടുള്ളത്. എല്ലാ വെല്ലുവിളികളെയും മറികടന്ന കേരളത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന തരത്തിൽ ഒരു സദ്ഭരണം നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും അവകാശവാദം. 10 വർഷമായി കേരളത്തിൽ വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലെന്നും ആ 10 വർഷത്തെ വികസനമില്ലായ്മയ്ക്ക് പരിഹാരം കണ്ട കേരളം വീണ്ടും വികസന കുതിപ്പിലേക്ക് കടക്കുന്ന 5 വർഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. ഏറ്റെടുത്ത പുതിയ പദ്ധതികൾ ഏത് തരത്തിലായിരിക്കും? സാധാരണക്കാർക്കും അതോടൊപ്പം പാവപ്പെട്ടവർക്കുമെല്ലാം ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമോ? ഇന്ദിരാ ഗ്യാരണ്ടി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഏത് രൂപത്തിലാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നെല്ലാം രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും ഇനി അനന്തപത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും മണ്ണായ തിരുവനന്തപുരത്തേക്കാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും കോൺഗ്രസിന് വോട്ട് ചെയ്ത സാധാരണക്കാരായ വോട്ടർമാരും കാത്തിരിക്കുന്നത്. എന്തായിരിക്കും ആദ്യ പ്രഖ്യാപനം? നിർണായകമായ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിന്റെ മനസ്സ് കവരാൻ ആ പുതിയ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.